തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ വയനാട് ജില്ലയിൽ 78.27% പോളിംഗ് രേഖപ്പെടുത്തി. മുണ്ടക്കൈ ദുരന്തത്തിന് ശേഷമുള്ള ആദ്യ തദ്ദേശ തെരഞ്ഞെടുപ്പ് കൂടിയാണിത്. സർക്കാർ പുനരധിവാസ പ്രവർത്തനങ്ങളുടെ മറുപടി കൂടിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പ്. വയനാട്ടിൽ ഇത്തവണ മികച്ച പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. ജില്ലയിൽ വോട്ടിംഗ് പൂർത്തിയായപ്പോൾ 78.01% വോട്ട് രേഖപ്പെടുത്തി. 3 മുനിസിപ്പാലിറ്റികളും 4 ബ്ലോക്ക് പഞ്ചായത്തുകളുമാണ് വയനാട്ടിൽ ഉള്ളത്. 3 മുനിസിപ്പാലിറ്റികളുടെ കണക്കെടുത്താൽ ഏറ്റവും കൂടുതൽ വോട്ട് രേഖപ്പെടുത്തിയത് മാനന്തവാടി മുനിസിപ്പാലിറ്റിയിലാണ്. 78.68% വോട്ട് ഇവിടെ രേഖപ്പെടുത്തി. കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയിൽ 77.26% വോട്ട് രേഖപ്പെടുത്തി. സുൽത്താൻ ബത്തേരിയിൽ 77.25% എന്നിങ്ങനെയാണ് മുനിസിപ്പാലിറ്റിയുടെ കണക്ക്. ഇനി ബ്ലോക്ക് പഞ്ചായത്തുകളുടെ ഒരു കണക്കെടുത്താൽ മാനന്തവാടി ബ്ലോക്കിൽ 78.54%, സുൽത്താൻ ബത്തേരി 79.5%, കൽപ്പറ്റ 79.93%, പനമരം ബ്ലോക്ക് 74.73%. ജില്ലാ പഞ്ചായത്തിന്റെ കണക്കെടുത്താൽ 78.6% എന്നിങ്ങനെയാണ് ജില്ലയിലെ ആകെ പോളിംഗ് നിര. 6,47,378 വോട്ടർമാരാണ് ആകെ ജില്ലയിൽ ഉണ്ടായിരുന്നത്. അതിൽ 5,05,401 പേർ വോട്ട് രേഖപ്പെടുത്തി. ഉച്ചവരെ 50%-ലധികം പോളിംഗ് ആണ് ഉണ്ടായിരുന്നത്. വൈകിട്ട് ഒരല്പം കുറഞ്ഞു. എന്നാലും ഭേദപ്പെട്ട നിലയിൽ തന്നെ ഇത്തവണത്തെ പോളിംഗ് രേഖപ്പെടുത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ വയനാട് ജില്ലയിൽ എവിടെയും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ മറ്റൊരു കാര്യം. എന്തായാലും മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസവുമായി ബന്ധപ്പെട്ട് സർക്കാർ നടത്തിയ പ്രവർത്തനങ്ങളായിരിക്കും ഈ ഒരു തെരഞ്ഞെടുപ്പിലെ വയനാട്ടിലെ തെരഞ്ഞെടുപ്പ് വിലയിരുത്താൻ പോകുന്നത്. ചൂരൽമലക്കാരും മുണ്ടക്കൈക്കാരും എങ്ങനെ വിധി എഴുതുന്നു എന്നുള്ളതാണ് സർക്കാരിനുള്ള, അല്ലെങ്കിൽ സർക്കാർ അവരെ എത്രത്തോളം ചേർത്ത് നിർത്തി എന്നുള്ള ഒരു വിധിയെഴുത്തും കൂടിയായിരിക്കും ഈ ഒരു തെരഞ്ഞെടുപ്പ് വയനാട്ടിൽ നടക്കാൻ പോകുന്നത്.